ടി വി തുറന്നു കഴിഞ്ഞാൽ മൂട്ടിലെ മരം മുറിച്ചു. ആരുടെ മൂട്ടിലെ മരം മുറിച്ചു? മൂട്ടിലെ മരം മുറിച്ചു. പണ്ട് കേട്ടിട്ടുണ്ട്, മൂട്ടിൽ ആൽമരം ഉണ്ടായി കഴിഞ്ഞാൽ വളച്ചത് തണലാക്കുന്നു. അപ്പം മൂട്ടിൽ മരം മുളയ്ക്കൂ. പിന്നീട് മനസ്സിലാകുന്നത് മൂട്ടിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത്രേ, അവിടുത്തെ മരം മുറിച്ചതാണെന്ന്. കോടിക്കണക്കിന് രൂപയുടെ, എത്ര 250 കോടി രൂപയുടെ മറ്റേ മരം മുറിച്ചത്. മുറിച്ചവൻ്റെ പേര് ആൻറ്റോ. അയാൾ വ്യാജരേഖയ്ക്കും ചമച്ചുണ്ടാക്കിയിട്ട് കോടികളിൽ ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തുമ്പോൾ അയാളുടെ പ്രായം 24, 25, 26 അത്ര മാത്രമാണ്. ഒരിക്കൽ എൻ്റെ ഒരു ബന്ധുവാണ്, അവരോടൊപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതുമാണ്. അവരുടെ പേര് ഗീത എന്നാണ്. അവർ നാട് തൃക്കൂരാണ്. അപ്പോൾ അവരുടെ മകൻ നമ്മുടെ ലുലു അവിടെ കൺവെൻഷൻ സെൻറ്ററുണ്ട്, അവിടെ ഒരു പോർഷൻ വാടകയ്ക്ക് എടുത്തിട്ട് അയാളല്ല ഏതോ ഒരു കൂട്ടം ആൾക്കാരവിടെ ബിസിനസ് മോട്ടിവേഷൻ എന്തോ പേര് പറഞ്ഞ് ഇംഗ്ലീഷിലല്ലേ പറയുള്ളൂ, അവിടെ പ്രോഗ്രാം നടത്തുന്നു. അപ്പോൾ അവിടെ എല്ലാ പിള്ളേരും എത്തി. അതിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ വാങ്ങിക്കുന്നത് എത്ര രൂപയാണ്? ആയിരക്കണക്കിനാണ്, 3000, 4000, 5000 രൂപ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞൊരു ഫോൺ വരും. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ ഈ ഇതിന് കൃതാവെന്ന് മറ്റല്ല പറയുക, ഇവിടെ വെച്ചിട്ടല്ല, വീതുളി പോലെയല്ല, ഇവിടെ വെച്ച് കട്ട് ചെയ്യണം, മുടി പോലീസ് ശൈലിയിൽ വെട്ടണം, ഈരിടണം, മീശ വടിക്കണം, പിന്നെ നിങ്ങൾ കോട്ട് സൂട്ട് കഴുത്തിലെ കോണം ഇതൊക്കെ കെട്ടണം, ഷൂസ് അതെങ്ങനെയും വാങ്ങിച്ച് അത് കെട്ടണം, പിന്നെ നിങ്ങൾ പറ്റാവുന്നിടത്തോളം നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പ്രൈവറ്റ് കാറിൽ വരണം, പറ്റിയില്ലെങ്കിൽ ടാക്സിയിൽ വരിക. അങ്ങനെ എല്ലാവരും അവിടെ ചെന്നു. ഒരു സുപ്രഭാതം മുതലാളിയായിട്ട് വീട്ടിൽ നിന്ന് രകളയും വാങ്ങിച്ച് എൻ്റെ ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ മകൻ വീട്ടിൽ വഴക്കും വയ്യാവലി ഉണ്ടായിട്ടൊരു സെക്കൻഡ് കാറ് തന്നെ വാങ്ങിച്ചു. അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞത്, നിങ്ങളിപ്പോൾ നില്ലാണ്, നിങ്ങൾക്കൊന്നുമില്ല, പക്ഷെ നിങ്ങളതാരോടും പറയരുത്. നിങ്ങൾ ആരെ കാണുമ്പോഴും നിങ്ങൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെയും പറയണം. നമ്മുടെ റിപ്പോർട്ടറിലെ മുട്ട പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ് എന്നൊക്കെയല്ലേ അയാൾ പറയുക. അങ്ങനെയാണോ ഇംഗ്ലീഷ് പറയുക? ഗുഡ് നൈറ്റ്. ഇംഗ്ലീഷുകാർ എങ്ങനെയാണോ പറയുക? ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ടി വിക്കാർക്കൊരു സ്വഭാവമുണ്ട്, ഒരു ചെറിയ ബ്രേക്ക് ആൾക്കാരെ കളിയാക്കാൻ വേണ്ടി പറയാണ്. അതവിടെ അനുവദിച്ചു കൊടുത്തൊരു സമയമുണ്ട്. ആ സമയത്തിന് കാത്തിരിക്കുക. അതിനകത്ത് അര സെക്കൻഡ് പോലും അവർ കുറയ്ക്കില്ല കേട്ടോ. എന്നിട്ട് പറയും ഒരു ചെറിയ ബ്രേക്ക്, ഒരു ചെറിയ ഇടവേള. അവരൊരുപാട് കളിയാക്കേണ്ട, ആൾക്കാരെ കളിയാക്കേണ്ട, അതെന്താണ് വേറെ വിഷയം. നമ്മൾ എന്തോ പറഞ്ഞപ്പോൾ അവിടേക്ക് എത്തിയതാണ്. ഏതായാലും ഈ പിള്ളേരെ ഇത്രയും വിളിച്ച്, അപ്പോൾ അതിനകത്ത് 10-70 പിള്ളേർ വന്നത്രേ. അപ്പോൾ അവർക്ക് എത്ര രൂപ കിട്ടി? 70 പേരുടെ നിന്ന് ഒരു 3000 രൂപ വെച്ച് വാങ്ങിച്ച എത്രയാണ്? രൂപ എത്രയെന്ന് ആലോചിച്ച് നോക്കുക. 3000 × 70 എത്രയെന്ന് ആലോചിച്ച് നോക്കുക. അതും കഴിഞ്ഞിട്ട് പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം, നിങ്ങൾ എന്തെങ്കിലും കമ്പനിയുടെ ആളുകളാണ് മറ്റാണെന്ന് പറഞ്ഞ് അവിടെ എന്തോ പറഞ്ഞു വിട്ടു. പിള്ളേരെ ഇറങ്ങി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് വിവരം മനസ്സിലായി. കാരണം ഈ പറഞ്ഞ പാർട്ടികളെ പിന്നെ കാണാൻ തന്നെയില്ല. ഞാനിത് നേരത്തെ പറഞ്ഞതാണ്. ഒരാൾക്കും ഒരു മരത്തുമ്മ ചാടിക്കയറാൻ പറ്റില്ല, ഏണി വെച്ച് കയറണം. കാരണം അതിൻ്റെ അർത്ഥം എന്താ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെ കയറാൻ പറ്റുള്ളൂ. ഒരു സ്റ്റെപ്പിൽ നിന്ന് ആ കാല് തന്നെ ഇടത് കാലം കൊണ്ട് എടുത്ത് ചാടിയിട്ട് 4ാമത്തെ സ്റ്റെപ്പിലെത്താൻ പറ്റൂ. പക്ഷെ പലരും അതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ കബളിപ്പിയാണ് അവൻ ചെയ്തത്. അവന് 10, 24, 25, 26 വയസ്സുള്ള സമയത്ത് ഇല്ലാത്ത കൊച്ചിയിൽ ഒരു ചെറിയൊരു കോണിച്ചോട്ടിലൊരു ഒരു കുടിസ് മുറിയെടുത്തു. അതിനകത്ത് വർക്ക് ചെയ്യുന്ന 2 കമ്പ്യൂട്ടറും വർക്ക് ചെയ്യാത്ത 2 കമ്പ്യൂട്ടറും കൊണ്ടുവച്ചു. എന്നിട്ട് സുന്ദരിയായിട്ടൊരു പെൺകുട്ടിയെ സ്റ്റാഫായിട്ട് വെച്ചു. അവരോട് പറഞ്ഞതെന്താ അറിയാമോ? 6 മാസമേ ജോലിയുള്ളൂ കേട്ടോ, 6 മാസത്തേക്ക് നിനക്ക് നല്ല ശമ്പളം തരാം, 6 മാസം കഴിഞ്ഞാൽ നിന്നെ പിരിച്ചുവിടും, ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിന്നെ തന്നെ ഇവിടെ സ്ഥിരമാക്കും, നിന്നെ തന്നെ ഞങ്ങളുടെ പരിപാടിക്ക് ആളായിട്ട് ഇവിടെ വയ്ക്കുമെന്ന് പറഞ്ഞു. എന്തിനു പറയുന്നു? ഇത് അവരവിടെ അങ്ങനെ ഒരു ഓഫീസ് എടുത്തിട്ട്, പിന്നെ പ്രിൻറ്റിംഗ് ആണ്, കടലാസ് കമ്പനിയാണല്ലോ, 3000 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ച് മാംഗോ ഫോൺ തട്ടിപ്പ്. ഇതൊന്നും എന്താ എനിക്കറിയില്ല, ഇതിപ്പോൾ ഇതിൽ ഒരാൾ എഴുതി ഞാൻ വായിക്കുന്നു മാത്രം. മാംഗോ ഫോൺ തട്ടിപ്പ് ആസൂത്രണം
ചെയ്യുന്ന സമയത്ത് ആൾക്ക് 25 വയസ്സേ ഉള്ളൂ. ഇത് കണ്ടുകൊണ്ട് സിനിമാ താരങ്ങൾ പണ്ടിവിടെ ടോട്ടൽ ഫോർ യു എന്ന് പറയുന്ന ഒരു പയ്യൻ വന്നല്ലോ. അവനിതുവരെ വന്നപ്പോൾ അവിടെയുള്ള എല്ലാ സിനിമാ താരങ്ങളും അവിടെ എത്തി. അവൻ കോടികൾ കൊയ്തു. കോടികൾ തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ലോ. എന്നിട്ട് അതിൽ ഏറ്റവും രസം, ഞാനിങ്ങനെ ഇവിടെ ഉത്തരകാശിയിലുള്ള സമയത്ത് പിന്നെ ഋഷിയേശ്വര സമയത്തൊക്കെ ഇവനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ നമസ്കാരം സ്വാമിജി എന്നൊക്കെ പറയും. വളരെ ഭവ്യതയോടുകൂടി നല്ല പയ്യൻ. ഞാൻ മലയാളി ആയതുകൊണ്ട് കൂടുതൽ എന്നോടൊപ്പം സംസാരിക്കുന്നത്. അവൻ താമസിക്കുന്ന സ്ഥലവും എനിക്കറിയാം. നല്ല ഭയഭക്തി ബഹുമാനത്തോടുള്ള സമീപനമെല്ലാം. ഇതെല്ലാം കഴിഞ്ഞ് സുപ്രഭാതത്തിൽ അവൻ നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പത്രത്തിൽ മുഴുവൻ ഇവൻ്റെ ഫോട്ടോ. അവൻ ഇതിൻ്റെ വക്താവാണ്. പക്ഷെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്രയും ഡീസൻ്റ് ആയിട്ടുള്ള. അപ്പം അവൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഇയാൾ അങ്ങോട്ട് വെച്ച് കീച്ചി 3000 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ് അയാളൊരു അനൗൺസ്മെൻ്റ് ഉണ്ടാക്കി. കടലാസ് കമ്പനി. ഉടനെ തന്നെ സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റികൾ അയാളുടെ തട്ടിപ്പറിയാതെ അന്ന് തലവെച്ച് കൊടുത്തു. ഈ സിനിമാ താരങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ആരാണോ ഇവിടെ പെട്ടെന്ന് ഉയർന്നത് അതിൻ്റെ ഒപ്പം കൂടും. ഈ പാറ്റകൾ ഇവിടെ വന്നല്ലോ, കോക്രോച്ച് പാർട്ടി. അത് വന്ന സമയത്ത് എല്ലാവരും കോക്രോച്ചിൻ്റെ ആൾക്കാരായി. മറ്റേ മഞ്ജുള വാര്യരും എല്ലാവരും പിന്നെ ഒറ്റ ചാടി വീണ് അവരെ തുടരുത്, അവരെ തള്ളരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മോഹൻലാലിൻ്റെ മകളടക്കം ഏറ്റുവാങ്ങിയത്. ഉടനെ തന്നെ അവർ അതിൻ്റെ ആൾക്കാരായി മാറി. ഇതിൻ്റെ പുറകിലും ഈ പറയുന്ന മൂട്ടിലെ മരം വെട്ടിയ ആൾക്കാരുടെ പുറകിലും അവരും സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റികളൊക്കെയും അയാളുടെ തട്ടിപ്പ് അറിയാതെ അന്ന് അവിടെയും തലവെച്ചു കൊടുത്തു. അങ്ങനെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നു. കോടികൾ കൊയ്യുന്നു. 30 വയസ്സ് 29-30 വയസ്സുള്ളപ്പോഴാണ് അയാളുടെ മൂട്ടിലാണോ മറ്റേ നാട്ടുകാരുടെ മൂട്ടിലാണോ എന്നറിയില്ല, മരമുറി ആസൂത്രണം ചെയ്തത്. സംരക്ഷിതമായിട്ടുള്ള മരങ്ങളെ അടക്കം, അതായത് അത് സെലക്ട് സ്വെല്ലിങ് എന്തൊരു സാധനം ഉണ്ടായതിൻ്റെ. അതായത് സെലക്ട് ചെയ്ത് പൂതലിച്ച മരങ്ങൾ വെട്ടുക എന്നാണ് അതിൻ്റെ പേരിലാണ് രേഖകൾ വാങ്ങിക്കുന്നത്. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വെട്ടും. സംരക്ഷിത മരങ്ങളടക്കം വെട്ടി നാട്ടുകാരെ വ്യാജരേഖ കാണിച്ച് മുറിച്ച് കിടത്തി. എത്രയെന്നറിയാമോ? 1-2 കൂടിയല്ല, 100 കോടി രൂപയുടെ. ലക്ഷങ്ങൾ പിഴ വന്ന നാട്ടുകാർക്ക് മരം മുറിച്ച് നൽകിയ വകയിൽ കൊടുക്കാമെന്ന് പറഞ്ഞത് 5000-ഉം 10,000-ഉം. അതൊട്ട് കൊടുക്കുകയും ചെയ്തില്ല. അവറ്റുള്ള കേസുമായിട്ട് നടക്കുകയാണ്. മരം മുറിച്ച് കടത്തിയ പണത്തിൽ ഒരു പങ്ക് അയാൾ ചാനലിൽ നിക്ഷേപിച്ചു. അത്രേ. ചാനൽ കയ്യിലുണ്ടെങ്കിൽ പിന്നെ എല്ലാവരുടെ സാഷ്ടാംഗം നമസ്കരിക്കും. നതത്ര സൂര്യോപാധിന ചന്ദ്രതാരകം നേമാവിദ്യുതോപാന്തി കുതോയമണി തമേവ മാന്തം അനുപാതി സർവം. കാരണം എന്താ? അയാളുടെ കയ്യിൽ ഒരു TV ചാനലുണ്ട്. ചാനലുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ സാഷ്ടാംഗം പ്രണമിക്കും. അങ്ങനെ അയാൾ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. കേസും കൂട്ടങ്ങളും വന്ന് തലയിൽ പൊട്ടി വീഴാതിരിക്കാൻ വേണ്ടി മരം മുറിച്ച് കടത്തിയ പണത്തിൽ ഒരു പങ്ക് ചാനലിൽ നിക്ഷേപിച്ച് ചാനൽ തുടങ്ങി. അതാണ് റിപ്പോർട്ടർ ചാനൽ. അതിനെ അവിടെ എടുത്തിട്ട് മറ്റുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തി, ചിലരെ സുഖിപ്പിച്ച്, ചിലരെ വേദനിപ്പിച്ച്, പേടിപ്പിച്ച് പണം വാങ്ങിയെന്ന് വെളിപ്പെടുത്തിയത്. പണം വാങ്ങിയ കാര്യം അവിടെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, പോലീസിൻ്റെ മുമ്പിലേക്ക് അയാൾ കുഴിച്ചു മൂടി. ഏതായാലും ഇങ്ങനെ പണം വാങ്ങിയെന്ന് വെളിപ്പെടുത്തിയത് റിപ്പോർട്ടറിൽ വന്നിട്ടുള്ള ഒരു മാധ്യമ അയാളിപ്പോൾ അവിടെ ഇല്ല. അയാൾ തന്നെയാണത് ആദ്യം വെളിപ്പെടുത്തിയത്. ഇത് കഴിഞ്ഞ് ചൂരൽമലയിൽ, നിങ്ങൾക്കറിയാം ചൂരൽമലയിൽ അവിടെ വലുതായിട്ട് ഒരു സുപ്രഭാതത്തിൽ ചൂരൽമലയുണ്ട്, പാഞ്ചാലിമേട്. അപ്പോൾ ആ ഒരു രീതിയിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാവർക്കും ഞാൻ വീട് പണിത് കൊടുക്കും. ടൗൺഷിപ്പ് തന്നെ പ്രഖ്യാപിച്ചു. അതിൻ്റെ പേരിൽ എന്തെല്ലാം കള്ളപ്പണം വെള്ളപ്പണം ആക്കിയിട്ടൊന്നും അറിയില്ല. പക്ഷേ അവിടെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഒരു കല്ല് ഇട്ടു. എങ്കിൽ അത്രയെങ്കിലും ചെയ്തു പറയാം. ഒരു കല്ല് പോലും ഇതുവരെ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുപ്രസിദ്ധമായിട്ടുള്ള തട്ടിപ്പ് വരുന്നത്. ഇതാ വരുന്നു ആര്? മെസ്സി. ഇതാ വരുന്നു മെസ്സി, ലയണൽ മെസ്സി. അത് പറഞ്ഞിട്ട് അടുത്ത തട്ടിപ്പ് തുടങ്ങിയത്. വെറും വാക്കിൻ്റെ പുറത്ത് സർക്കാരിനെ പോലും വട്ടം കറക്കി. സർക്കാരിൻ്റെ സ്റ്റേഡിയം ഇവിടെ കൈമാറി. അവിടെയുള്ള തണൽ, അയാൾ മരം കണ്ട ഭ്രാന്താണ്. അവിടെയുള്ള തണൽ മരങ്ങൾ മുഴുവൻ മുറിച്ചു. അവിടെ പെയിൻ്റൊക്കെ മാറ്റിയടിച്ച് അതിൻ്റെ രേഖകളൊക്കെ അയാൾ അത് ഇല്ലാതാക്കി മാറ്റി. ഇതെല്ലാം കഴിഞ്ഞ് പകുതിയായ സമയത്ത്
നമുക്കിതിലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പകുതിക്ക് വെച്ച് അയാൾ മുങ്ങി. പകുതിക്ക് വെച്ച് അയാൾ സ്കൂട്ടായി. ഇപ്പോൾ വരുന്ന വിവരപ്രകാരം കേരളത്തിൽ കളിക്കാൻ അർജൻറ്റീനയെ ക്ഷണിക്കുകയോ പണം അടയ്ക്കുകയോ ചെയ്തിട്ടില്ല ആണ് പറയുന്നത്. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് തൊട്ടടുത്ത് നമ്മളുടെ ഭൂലാൻ ദേവി വരുന്നുണ്ടെന്ന് അറിഞ്ഞു. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അവർ വെടിയേറ്റ് മരിക്കുന്നതിന് മുമ്പ്. ഒന്ന് കാണാൻ വഴിക്ക് മുമ്പ് ഒന്ന് കാണാമെന്ന് വെച്ചാൽ അവിടെ കയറി. ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു. അവിടെ കയറിയ സമയത്ത് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങളൊരു ബാൻഡിറ്റാണ്, ഒരു കാട്ടുകൊള്ളക്കാരിയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളെ പോലീസ് പിടിക്കാതിരുന്നത്? അതിനകത്ത് വിമാനം പറത്തിയും ഡ്രോൺ പറത്തിയും സൈന്യത്തിന് മുഴുവൻ ഇറങ്ങാമല്ലോ. ഈ കാടെന്ന് പറഞ്ഞാൽ മറ്റേ ആമസോൺ കാടൊന്നും അല്ലല്ലോ. അവർക്ക് സമൂഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു, നിനക്കെന്താ തോന്നുന്നതെന്ന് പറഞ്ഞു. ഞാൻ സ്വസ്ഥയും ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞങ്ങൾക്ക് തോന്നുന്ന കാര്യം നിങ്ങളെന്തൊക്കെയോ ഗവൺമെൻറ്റായിട്ട് എന്തൊക്കെയോ ഡിങ്കോൾഫ് ചെയ്യേണ്ടത്, അതന്നെ കേസ് എന്നാണ് പറഞ്ഞത്. അതായത് അവർക്ക് കിട്ടുന്നതിന് നമ്മളുടെ ഷെന്തിലും മറ്റേ ഇയാളുടെ കൗണ്ടമണി പറഞ്ഞ പോലെ ഷെന്തിൽ പോയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, അണ്ണാ അവർ ലഞ്ചം കേൾക്കരുത് അണ്ണാ എന്ന് പറഞ്ഞു. കൊടുക്കടാ, ലഞ്ചം കൊടുക്കടാ, കവറിലെ എമൗണ്ട് കൊടുക്കടാ. കവറിലെ എമൗണ്ട് താണ്ട ഗവൺമെൻറ് എന്ന് പറഞ്ഞു. ലഞ്ചം കൊടുക്കടാ, അത് കൈക്കൂലി കൊടുക്കാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ കൊടുത്തിട്ട് അപ്പം ആലോചിച്ചുകൊണ്ടൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രേഖയുമില്ലാതെ എന്തെല്ലാം രേഖകൾ കൈമാറണം ഒരു നിസ്സാര കാര്യം കിട്ടാൻ. ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു രേഖ കിട്ടാൻ വേണ്ടി നമ്മുടെ മറ്റേ ബാറ്റ ഷൂ കമ്പനിയുടെ 2 ചെരുപ്പ് തേഞ്ഞ് പോകും. നടത്തി ഇതൊന്നുമില്ല. സ്റ്റേഡിയം കൈമാറി, സ്റ്റേഡിയത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റി, പെയിൻറ്റ് മാറ്റി അടിച്ചു, ഇതെല്ലാം ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ അയാളെ വഴിക്കും പോയി. ഇപ്പോൾ വരുന്ന വിവരപ്രകാരം ഇങ്ങനൊരു സംഭവമേ ഇല്ല. മെസ്സിക്ക് ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ മറ്റേ എന്തായാലും പറയുക, കേരളം ഒന്ന് കേൾക്കുക പോലും ചെയ്യാത്തൊരു മനുഷ്യൻ. അങ്ങനെ അർജൻറ്റീന ഫുട്ബോൾ ടീം അടക്കം അവർക്ക് പണം അയച്ചത്ര 250 കോടി എത്ര അയച്ചു അത്ര. അതെങ്ങനെ അയച്ചു? ആര് മുഖാന്തരം അയച്ചു? ഇവിടെ ഈ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഫെമ എന്ന് പറഞ്ഞ വലിയൊരു അതൊക്കെ അതിനേക്ക് തരണം ചെയ്യണം. കേരള ഗവൺമെൻറ്റിനെ തരണം ചെയ്യണം, കേന്ദ്ര ഗവൺമെൻറ്റിനെ തരണം ചെയ്യണം. ഇവിടുത്തെ ഫുട്ബോൾ അസോസിയേഷൻ അതിൻ്റെ രേഖകൾ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ, ഇന്ത്യൻ, ഇതൊന്നുമില്ലാതെ ഇയാളോട് പൈസ അയച്ചു. എത്ര കോടികൾ മറ്റേ അർജൻറ്റീന ഫുട്ബോൾ ടീമിന് അയച്ചു, വരുന്നു അവർ എന്നും പറഞ്ഞോടെ വിശ്വസിക്കാൻ കുറേ ആൾക്കാരുണ്ടായി. ഒരു മന്ത്രിയും അതിൻ്റെ ഒപ്പം ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. മന്ത്രി അത് വിശ്വസിച്ച ആൾക്ക് അമളി പറ്റിയതാണോ അതോ അമളി പറ്റിയിട്ട് അഭിനയിക്കുകയാണോ എന്നറിയില്ല. ഏതായാലും ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയൊരു മനുഷ്യൻ, അതിൽ ഇന്നത്തെ അവസ്ഥ എന്താ? കഴിഞ്ഞ ഈ മൂട്ടിൽ മരം വിട്ട് മുതലക്ക് മെസ്സി വരെയുള്ള കാലഘട്ടത്തിൽ ജയിലിലാണ് പാവം, ഏകാന്ത തടവിൽ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അയാൾ ഇവിടെ ഒരു ചാനൽ നടത്തുകയാണ് ചെയ്യുന്നത്. അയാൾ കോട്ടും ട്രിപ്പിൾ സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർക്കിടയിലും ഇവിടുത്തെ എന്തായാലും പറയുക രാഷ്ട്രീയക്കാരുടെ ഇടയിലും ഞെളിഞ്ഞ് നടക്കുക തന്നെയാണ് അയാൾ ചെയ്യുന്നത്. തോട്ടാൻ പറ്റിയിട്ടില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു മന്ത്രിയെ തെറി പറഞ്ഞാൽ പോലീസ് 500-600 കിലോമീറ്റർ വന്നിട്ട് കയ്യാമം വെച്ച് കൊണ്ടുപോകും. ഇത്തരം ആളുകളെ ഇവർക്ക് അവിടെ സ്പെഷ്യൽ ഇരിപ്പിടം കൊടുക്കും രാഷ്ട്രീയക്കാരെന്നർത്ഥം. അതിന് കാരണം എന്താണ്? പൂലാൻ ദേവി പറഞ്ഞ പോലെ അവർക്കുള്ള വിഹിതം അവർക്ക് കൊടുക്കുന്നു എന്നർത്ഥം. അവർക്കുള്ള വിഹിതം അവർക്ക് കൊടുക്കുന്നു, അത്രമാത്രം. വീരപ്പൻ്റെ കേസിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. വീരപ്പനെ പിടിക്കാതിരിക്കാൻ കാരണം അന്നന്ന് ഭരിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടുന്ന ലെവി അദ്ദേഹം കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ടുന്നത് അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കാറുണ്ട് അത്രേ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റാതിരുന്നത്. അങ്ങനെയൊക്കെ ഇരുന്നുണ്ട്. എനിവേ, ഏതായാലും ഇപ്പോൾ വിരാജിക്കുകയാണ് കേരളത്തിൽ എപ്പോഴും. ബാങ്ക് കൊള്ള മുതൽ മരം വെട്ട് വരെയുള്ള തട്ടിപ്പ്, അത് കഴിഞ്ഞ് മാംഗോ ഫണ്ട് തട്ടിപ്പ്, പിന്നെ മെസ്സി തട്ടിപ്പ്, അതുപോലെയുള്ള ഗൂഢാലോചനകൾ. ഇത്രയും തട്ടിപ്പ് നടത്തിയ ഒരാളെ തൊട്ടാൻ കഴിയുന്നില്ല. ഇത്രയായിട്ട് അയാളുടെ ശരീരത്തിൽ നിന്ന് ശ്മശ്രു വലിച്ചു വരാൻ കഴിയുന്നില്ല. അത് ആ ഗവൺമെൻറ്റിൻ്റെയും ഈ ഗവൺമെൻറ്റിൻ്റെയും എല്ലാ ഗവൺമെൻറ്റിൻ്റെയും വീഴ്ച തന്നെയാണ്. അല്ല എൻ്റെ നിങ്ങളുടെ വീഴ്ചയൊന്നുമല്ലല്ലോ. ഇനിയെങ്കിലും അത് സർക്കാർ നല്ല രീതിയിൽ അന്വേഷിക്കണം.
അയാൾ ഇപ്പോൾ ഈ രീതിയിലാണ് അയാളുടെ കാര്യങ്ങളും മുഴുവൻ പുറത്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകാരനായിട്ട് മാറുന്നുള്ള കാര്യം ഉറപ്പാണ്. നമസ്കാരം.